സുഗുണശീലൻ പറഞ്ഞതനുസരിച്ച് ഈ ആവശ്യം കാന്തിരൂപൻ അപരകാന്തിയെ അറിയിച്ചു. അപരകാന്തി തെല്ലും മടിയില്ലാതെ തന്റെ മൂക്കിന്റെ തുമ്പ് മുറിച്ചെടുത്ത് അദ്ദേഹത്തിന് നൽകി. ഇനിയും ബോധ്യപ്പെട്ടില്ലേ അവൾക്ക് എന്നോടുള്ള സ്നേഹത്തെപ്പറ്റി? കാന്തിരൂപന് മറുപടിയായി, താങ്കളോട് സ്നേഹമുണ്ടെങ്കിൽ അവളുടെ ഒരു കണ്ണ് ചൂഴ്ന്നെടുത്ത് തരാൻ പറയും, സുഗുണശീലൻ കാന്തിരൂപനോട് പറഞ്ഞു. പിറ്റേന്ന് കാന്തിരൂപൻ ആവശ്യപ്പെട്ടത് പ്രകാരം അപരകാന്തി തന്റെ ഒരു കണ്ണ് ചൂഴ്ന്നെടുത്ത് നൽകി. ഇനിയെങ്കിലും ദുഷ്ടത്തരം പറയരുത്. ഇത്രയും ദുഷ്ടത്തരം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച അങ്ങേക്ക് തക്ക ശിക്ഷ തരികയാണ് വേണ്ടത്. കാന്തിരൂപൻ ദേഷ്യത്തിൽ തന്നെയാണ് സുഗുണശീലനോട് സംസാരിച്ചത്. ശരി, ഒരു പരീക്ഷണം കൂടി. ഇനി 8 ദിവസം അങ്ങ് അപരകാന്തിയെ കാണരുത്. സുഗുണശീലൻ പറഞ്ഞത് കേട്ട് കാന്തിരൂപൻ സമ്മതം മൂളി. 8ാമത്തെ ദിവസം സുഗുണശീലൻ അപരകാന്തിയുടെ വീട്ടിലേക്ക് ഒരു ദൂതനെ അയച്ചു. നിങ്ങളുടെ കാമുകൻ കാന്തിരൂപൻ പാമ്പു വിഷമേറ്റു മരിച്ചുവെന്നും കാടിനുള്ളിൽ അദ്ദേഹത്തെ ചിത കൂട്ടി സംസ്കരിക്കാൻ പോവുകയാണെന്നും അറിയിച്ചു. വിവരമറിഞ്ഞ അപരകാന്തി ശവസംസ്കാരം നടക്കുന്ന കാട്ടിലെത്തി. ദേവി പറഞ്ഞ കാര്യം അപരകാന്തിയുടെ ഓർമ്മയിൽ വന്നു. തീയിൽ ചാടി മരിക്കേണ്ടി വന്നാൽ അതും ചെയ്യണമത്രേ. അപരകാന്തി ഒട്ടും മടിക്കാതെ കാന്തിരൂപന്റെ ചിതയിലേക്ക് എടുത്തു ചാടി. ഒളിഞ്ഞു നിന്നിരുന്ന കാന്തിരൂപൻ നടുങ്ങിപ്പോയി. അപരകാന്തി തനിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും വെടിയുന്നു. അങ്ങ് ഭദ്രകാളിയെ പ്രാർത്ഥിക്കൂ, അപരകാന്തിയെ പുനർജനിപ്പിക്കണം, സുഗുണശീലൻ പറഞ്ഞു. വിക്രമാദിത്യന്റെ പ്രാർത്ഥന കേട്ട് ദേവി പ്രത്യക്ഷപ്പെട്ടു. ദേവി നൽകിയ തീർത്ഥം കത്തിക്കൊണ്ടിരുന്ന ചിതയിലേക്ക് ഒഴിച്ചു. തീ കെട്ടടങ്ങി. ദേവി നൽകിയ ദണ്ടുപയോഗിച്ച് മരിച്ചുപോയ തന്റെ കൂട്ടുകാരനായ ദേവരൂപന് ജീവൻ വെപ്പിച്ചു. പിറ്റേ ദിവസം അപരകാന്തിയെ കാണാനായി കാന്തിരൂപൻ പോയെങ്കിലും അവൾ കണ്ട ഭാവം നടിച്ചില്ല. നിരാശനായി നടന്നു വരുന്ന കാന്തിരൂപനോട് സുഗുണശീലൻ ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ മനസ്സിലായില്ലേ അവളുടെ കാര്യം നടക്കാനാണ് അവൾ അങ്ങയെ സ്നേഹിച്ചതെന്ന്? വിക്രമാദിത്യ മഹാരാജാവിന് എല്ലാം ബോധ്യമായി. പിറ്റേ ദിവസം തന്നെ കാന്തിരൂപന്റെ വേഷം കെട്ടിയ വിക്രമാദിത്യനും സുഗുണശീലനും രാജപുരി വിട്ടു.